മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂത്തേടം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് പായിമ്പാടത്ത് UDF തെരഞ്ഞെടുപ്പ് സെൻട്രൽ കമ്മിറ്റി ഓഫീസ് തുറന്നു. DCC പ്രസിഡന്റ് VS ജോയി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തിയ അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തും. പഞ്ചായത്ത് കിട്ടിക്കഴിഞ്ഞാൽ കുടുംബശ്രീയെ രാഷ്ട്രീയവൽക്കരിക്കും. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് പ്രാദേശിക സർക്കാരുകളുടെ ഇടയിൽ ഇടതുപക്ഷ എല്ലാ കാലത്തും പയറ്റുപോകുന്നത്. അത്തരത്തിലുള്ള കുതന്ത്രങ്ങളോട്, ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളോട് പലപ്പോഴും നമുക്ക് ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പിറകിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ മലപ്പുറത്തും മൂത്തേടത്തുമൊക്കെ നമ്മൾ അതിനോട് ആ രീതിയിൽ തന്നെ ഇതിലിടും. പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വലിയ പ്രതീക്ഷിച്ച വിജയം കൈയടക്കാൻ കഴിയാത്ത സാഹചര്യം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെപ്പോലും അമ്പരപ്പിക്കുന്ന ഏറ്റവും വലിയ വിജയം, വലിയ മുന്നേറ്റം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞ സിറ്റി കോർപ്പറേഷനുകൾ വലിയ വിജയം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയത് സിറ്റി കോർപ്പറേഷനുകളിൽ മാത്രമാണ്. അതേ മലപ്പുറത്തൊന്നും പ്രചരണത്തിന് തന്നെ വന്നിട്ടില്ല. ജില്ലാ മുസ്ലിം ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ അഷ്റഫ് പറമ്പൻ അധ്യക്ഷനായി. കൺവീനർ NK കുഞ്ഞുണ്ണി സ്വാഗതം പറഞ്ഞു. CH ഇക്ബാൽ മാസ്റ്റർ, P ഉസ്മാൻ കാറ്റാടി, ജസ്മൽ പുതിയറ, VP ജലീൽ, വാളപ്ര റഷീദ്, VP റഷീദ്, VP അബ്ദുറഹിമാൻ, UDF സ്ഥാനാർത്ഥി സുബൈദ കോരമ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം.